നമസ്കാരം. ഇന്ത്യയുടെ അതിർത്തികളിലൂടെ പൊങ്ങുന്ന യുദ്ധത്തിന്റെ ചുഴലിക്കാറ്റിപ്പോൾ പാകിസ്ഥാനെ വിറപ്പിക്കുന്നു. തൃശൂൽ സൈനികാഭ്യാസത്തിന്റെ കഠിനഘോഷം കേട്ടപ്പോഴാണ് പാകിസ്ഥാന് യാഥാർത്ഥ്യ ബോധം പോലും കൈവിട്ടത്. മോദിയുടെ ഇന്ത്യ ഇനി മുന്നറിയിപ്പുകൾ നൽകുന്നില്ല, മറിച്ച് പ്രതികാരം ചെയ്യാൻ തുടങ്ങുകയാണ്. സേനയുടെ വീരതയും സാങ്കേതിക മികവും ചേർന്ന തൃശൂൽ അഭ്യാസം ലോകത്തിനു മുന്നിൽ ഒരു സന്ദേശം കൂടി നൽകുകയാണ്. ഇന്ത്യയുടെ ശാന്തതയെ ദൗർബല്യമായി തെറ്റിദ്ധരിക്കരുത് എന്ന ഉറച്ച സന്ദേശം. അറബിക്കടൽ തീരത്ത് ഇന്ത്യയുടെ ഓപ്പറേഷൻ തൃശൂൽ എന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ വിറച്ച് തുള്ളൽപ്പനി പിടിച്ചിരിക്കുകയാണ് പാകിസ്ഥാനികൾക്ക്. ഇന്ത്യ മറ്റൊരു ഓപ്പറേഷൻ സിന്ദൂറിന് കോപ്പുകൂട്ടുകയാണെന്ന ധാരണയിൽ അതീവ ജാഗ്രതയിലാണ് പാക് സൈന്യം എന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസിന് ലഭിച്ച വിവരം. തെഹ്രികെ താലിബാൻ പാകിസ്ഥാൻ, ബലൂച്ച് ലിബറേഷൻ ആർമി തുടങ്ങിയ സംഘടനകളിൽ നിന്നുള്ള ആഭ്യന്തര ഭീഷണികളിൽ നട്ടം തിരിയുന്നതിനിടെയാണ് ഇന്ത്യ ഓപ്പറേഷൻ തൃശൂൽ എന്ന പേരിൽ സൈനികാഭ്യാസം നടത്തുന്നത്. ഇത് കുറച്ചൊന്നുമല്ല പാകിസ്ഥാനെ വലയ്ക്കുന്നത്. ഈ സമ്മർദ്ദങ്ങൾക്ക് പുറമെയാണ് കിഴക്കൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായുള്ള സംഘർഷങ്ങൾ. തങ്ങളുടെ കിഴക്കും പടിഞ്ഞാറും ഒരേപോലെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇന്ത്യയുടെ തന്ത്രമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത്. പാക് സൈന്യം അങ്ങേയറ്റത്തെ സമ്മർദ്ദത്തിലാണ് എന്നത് ഇതിനാൽ തന്നെ വ്യക്തമാണ്. ഇത് വ്യക്തമാക്കുന്നതാണ് പാകിസ്ഥാൻ സായുധ സേനയുടെ മാധ്യമ പൊതുജന സമ്പർക്ക വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസിന്റെ ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയുടെ പ്രതികരണം. ഇത്തവണ പാകിസ്ഥാന്റെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കുമെന്ന് ഇന്ത്യ അറിഞ്ഞിരിക്കണമെന്നും പാകിസ്ഥാൻ ഇന്ത്യയുടെ സംയുക്ത സൈനികാഭ്യാസം നിരീക്ഷിച്ചു വരികയാണ്, അറബിക്കടലിൽ ഇന്ത്യ മറ്റൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് എന്നുമാണ് അഹമ്മദ് ഷെരീഫ് ചൗധരിയുടെ വാക്കുകൾ. റാവൽപിണ്ടിയിൽ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്ത്യയുടെ സൈനികാഭ്യാസത്തിനുള്ള ഉത്കണ്ഠയാണ് ഈ വാക്കുകളിൽ കൂടി പുറത്തു വന്നത് എന്ന് വ്യക്തമാണ്. ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധികളെ നിയന്ത്രിക്കാനാകാത്തതിന്റെ സമ്മർദ്ദവും കോപവുമാണ് ഇന്ത്യയുടെ സൈനികാഭ്യാസത്തിനോട് തീർക്കുന്നതെന്നാണ് ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ. നവംബർ 3 ആരംഭിച്ച സംയുക്ത സൈനികാഭ്യാസമായ തൃശൂൽ ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളെ ഒരുമിപ്പിച്ച് അറബിക്കടൽ മുതൽ ആകാശം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ യുദ്ധ പരിശീലനമാണ്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഇത്തരത്തിലുള്ള ആദ്യ അഭ്യാസമാണ്. ഇത് നവംബർ 13 വരെ തുടരും. ഈ വലിയ അഭ്യാസം സംയോജിത യുദ്ധം, ദ്രുതഗതിയിലുള്ള സൈനിക വിന്യാസം, സമുദ്രാധിപത്യ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പരിശീലിപ്പിക്കുന്നത്. പതിവ് സ്വഭാവത്തിലുള്ളതാണെങ്കിലും ഈ സൈനികാഭ്യാസം പാകിസ്ഥാനെ അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ തൃശൂൽ സംയുക്ത സൈനികാഭ്യാസത്തെ തുടർന്നുള്ള പരിഭ്രാന്തിയെ തുടർന്ന് തുടർച്ചയായി നോട്ടാം മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുകയാണ് പാകിസ്ഥാൻ. ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ നവംബർ 1 മുതൽ നവംബർ 30 വരെ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയുടെ വലിയൊരു ഭാഗം, പ്രത്യേകിച്ച് തെക്കൻ തീരദേശ മേഖലകളിൽ അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് വിവരം. ഇതിൽ നിന്ന് തന്നെ പാകിസ്ഥാന്റെ പരിഭ്രാന്തിയുടെ ആഴം എത്രയാണെന്ന് വ്യക്തമാണ്. പാകിസ്ഥാൻ വർഷങ്ങളായി ഭീകരതയെ ആയുധമാക്കി ഇന്ത്യയെ വെല്ലുവിളിച്ചപ്പോൾ ഇപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതം പഴയ ഭാരതമല്ല എന്ന്. ഇന്നത്തെ ഇന്ത്യ ശക്തിയുടെ പ്രതീകവും പ്രത്യാക്രമണത്തിന്റെ ചങ്കൂറ്റമുള്ള ഒരു മഹാശക്തിയുമായി കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഇനി പ്രതിരോധത്തിന് മാത്രമല്ല, മുന്നേറ്റത്തിനും യുദ്ധമികവിനും കൂടി ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നതായി മാറുകയാണ്. തൃശൂൽ അഭ്യാസം അതിന്റെ വ്യക്തമായ തെളിവാണ്. ഭൂപ്രദേശത്തും ആകാശത്തും കടലിലുമൊക്കെ ഒരേ കാര്യക്ഷമതയോടും ഏകോപനത്തോടും കൂടി പ്രവർത്തിക്കുന്ന സേനകൾ അതൊരു അഭ്യാസമല്ല, മറിച്ച് ശത്രുക്കൾക്ക് മുന്നറിയിപ്പായി മുഴങ്ങുന്ന രാഷ്ട്രശക്തിയുടെ അലർച്ചയാണ്. പാകിസ്ഥാൻ ഇന്ന് വിറയ്ക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രതികാര ശേഷി എന്താണ്, എത്രയാണ്, എങ്ങനെയാണ് എന്ന് ഒരിക്കലും അവർ വിലയിരുത്തിയിരുന്നില്ല. തൃശൂൽ അഭ്യാസം ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും ആധുനിക മുഖമാണ് പാകിസ്ഥാന് മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുന്നത്. ലോകം കാണുന്നത് ഒരു പുതിയ ഇന്ത്യയാണ്. ഭയപ്പെടാതെ പ്രത്യാക്രമിക്കുന്ന, സമാധാനത്തോടും ശക്തിയെയും കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രത്തെ. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രതിരോധം ഇനി കാവൽ മാത്രമല്ല, പ്രതികാരത്തിന്റെ ഉറച്ച പ്രതിജ്ഞയും പ്രതിരോധത്തിന്റെ പുതു മാതൃകയും കൂടിയാവുകയാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ നിലപാട് ഇപ്പോൾ അത്രയും ഉറപ്പുള്ളതാണ്. ആക്രമണമുണ്ടെങ്കിൽ പ്രതികാരം ഉറപ്പ് എന്ന ശബ്ദം. ഭാരതം ഇനി ആർത്തനാദങ്ങളുടെ രാജ്യമല്ല, മറിച്ച് ഭാരതം എന്ന സൈനിക ശക്തിയും മാനവ ശക്തിയും സാങ്കേതിക ശക്തിയും ചേർന്ന മഹാരാഷ്ട്രമാണ്. തൃശൂൽ അഭ്യാസം ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി ലോകത്തെ കാട്ടിയിരിക്കുന്നു. പാകിസ്ഥാനിന്റെ വിറയ്ക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ലോകം തിരിച്ചറിയുന്നുണ്ട്, ഭാരതം പടർന്നു പന്തലിച്ച കാതലും കരുത്തും ഉറച്ച വേരുകളുമുള്ള ഒരു വൻമരമായി വളർന്നു കഴിഞ്ഞു എന്ന്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്.
അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച